ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ സർക്യൂട്ടാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ സർക്യൂട്ടിനെ ഒരു സ്ക്വയർ വേവ് ജനറേറ്റർ സർക്യൂട്ട് എന്നും അതുപോലെ തന്നെ ഒരു ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ എന്നും നമ്മൾ പറയാറുണ്ട്. ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല. ഈ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിന് രണ്ട് ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് വരുന്നത്. ആൻഡ് ദി ഔട്ട്പുട്ട് ചേഞ്ചസ് ഫ്രം വൺ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ടു ദി അതർ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് continuously. And here this op amp is forced to operate in the saturation region so that the output voltage is either plus VSAT or minus VSAT. ഒരു സാച്ചുറേഷൻ റീജിയനിലാണ് നമ്മൾ ഈ op ampനെ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. സോ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒന്നല്ലെങ്കിൽ പ്ലസ് VSAT അല്ലെങ്കിൽ മൈനസ് VSAT ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ ഒരു പ്ലസ് VSAറ്റിനും മൈനസ് VSAറ്റിനും ഇടയ്ക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു സ്ക്വയർ വേവ് ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. Then a fraction of the output voltage is fed back to the non-inverting terminal of the op amp. ഈ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജാണ് നമ്മൾ വി റെഫറൻസ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വി റെഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രാക്ഷൻ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഇവിടെ നമ്മളൊരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. R1 R2 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ R1 എൻഡിൽ വി ഔട്ടാണ് വരുന്നത്. ആ വി ഔട്ട് കാരണം R2 അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഈ R2 അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് ഫീഡ്ബാക്ക് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ദിസ് റെസിസ്റ്റൻസ് R2 is given by V out into R2 divided by R1 plus R2. ഓക്കെ, അതായത് ഈ R1 എൻഡിൽ ഇവിടെ വി ഔട്ട് വോൾട്ടേജ് ഉണ്ട്. ആ വി ഔട്ട് വോൾട്ടേജ് കാരണം R2 അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഔട്ട് ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ഇതാണ് റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2നെ നമ്മൾ ബീറ്റ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ബീറ്റ വി ഔട്ട് ഈസ് ഈക്വൽ ടു വി റെഫറൻസ്. ഈ വി ഔട്ട് എന്ന് പറയുന്നത് പ്ലസ് VSAT ആകാം അല്ലെങ്കിൽ മൈനസ് VSAT ആകാം. ഇവിടെ പ്ലസ് VSAT ആണ് വി ഔട്ട് വരുന്നതെങ്കിൽ ഇവിടെ ബീറ്റ വി ഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്ലസ് ബീറ്റ VSAT ആയിരിക്കും. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് VSAT ആണെങ്കിൽ ബീറ്റ വി ഔട്ട് എന്ന് പറയുന്നത് മൈനസ് ബീറ്റ VSAT ആയിരിക്കും. ഓക്കെ, സോ ഈ പ്ലസ് ബീറ്റ VSAT അല്ലെങ്കിൽ മൈനസ് ബീറ്റ VSAT ആണ് നമ്മൾ വി റെഫറൻസ് ആയിട്ട് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദി ഔട്ട്പുട്ട് ഈസ് ഓൾസോ ഫെഡ് ബാക്ക് ടു ദി നെഗറ്റീവ് ഇൻപുട്ട് ടെർമിനൽ ആഫ്റ്റർ ഇൻ്റഗ്രേറ്റിംഗ് ബൈ മീൻസ് ഓഫ് എ ലോ പാസ് RC കോമ്പിനേഷൻ. ഇവിടെ നമ്മളൊരു RC കോമ്പിനേഷൻ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ആറിൻ്റെ എൻഡിൽ വി ഔട്ടാണ് വരുന്നത്. ദെൻ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജാണ് നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ R ആൻഡ് C കമ്പോണൻസ് യൂസ് ചെയ്തിട്ട് ഒരു RC ഇൻ്റഗ്രേറ്ററാണ് ആക്ച്വലി ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ RC ഇൻ്റഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് ഈ ഔട്ട്പുട്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതാണ് നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദി ഔട്ട്പുട്ട് ഈസ് ഓൾസോ ഫെഡ് ബാക്ക് ടു ദ നെഗറ്റീവ് ഇൻപുട്ട് ടെർമിനൽ ആഫ്റ്റർ ഇൻ്റഗ്രേറ്റിംഗ് ബൈ മീൻസ് ഓഫ് എ ലോ പാസ് RC കോമ്പിനേഷൻ. ഓക്കെ, സോ ഇതാണ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ ഈ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു op amp സാച്ചുറേഷൻ റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പ്ലസ് VSAT ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് VSAT ആയിരിക്കും. ഓക്കെ, സോ കൺസിഡർ ദ ഇൻസ്റ്റൻറ്റ് വെൻ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് അറ്റ് പ്ലസ് VSAT. സോ വെൻ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് അറ്റ് പ്ലസ് VSAT ആസ് ദ വി റെഫറൻസ് വി ഹാവ് പ്ലസ് ബീറ്റ VSAT. ബീറ്റ വി ഔട്ടാണ് വി റെഫറൻസ്. സോ ഇവിടെ പ്ലസ് VSAT വന്നു കഴിയുമ്പോൾ വി റെഫറൻസ് എന്ന് പറയുന്നത് പ്ലസ് ബീറ്റ VSAT ആവും. Then when the output is at plus VSAT, this capacitor C starts charging towards plus VSAT through this resistance R. ഈ കപ്പാസിറ്റർ
ഈ റെസിസ്റ്റൻസ് R വഴി ഈ പ്ലസ് വി സാറ്റിലേക്ക് ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് വെൻ ദി വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ പ്ലസ് ബീറ്റ വി സാറ്റ്, വോൾട്ടേജ് അറ്റ് ദ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈസ് ഗ്രേറ്റർ ദാൻ ദി വോൾട്ടേജ് അറ്റ് ദി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. അതായത് ഇവിടെ പ്ലസ് വി സാറ്റ് ആകുമ്പോൾ വി റെഫറൻസ് എന്ന് പറയുന്നത് പ്ലസ് ബീറ്റ വി സാറ്റ് ആണ്. കപ്പാസിറ്റർ ആ വി സാറ്റിലേക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചാർജ് ചെയ്ത് ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് പ്ലസ് ബീറ്റ വി സാറ്റിനേക്കാൾ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആയി കഴിയുമ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജിനേക്കാൾ കൂടി ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ്. സോ ദി ഔട്ട്പുട്ട് ചേഞ്ചസ് ടു മൈനസ് വി സാറ്റ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജാണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും. ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജാണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് പ്ലസ് ബീറ്റ വി സാറ്റിനേക്കാൾ കൂടി കഴിയുമ്പോൾ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നമുക്കതിൻ്റെ വേവ് ഫോം ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ വേവ് ഫോം വരുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് വി സാറ്റ് ആയിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് കൺസിഡർ ചെയ്യുക. ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ വി റെഫറൻസ് എന്ന് പറയുന്നത് പ്ലസ് ബീറ്റ വി സാറ്റ് ആണ്. കപ്പാസിറ്റർ ആ വി സാറ്റിലേക്ക് ചാർജ് ചെയ്യുന്നു. അങ്ങനെ ചാർജ് ചെയ്ത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് പ്ലസ് ബീറ്റ വി സാറ്റ് എത്തിക്കഴിയുമ്പോൾ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജായി കൂടുതൽ. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് പ്ലസ് ബീറ്റ വി സാറ്റിലിരിക്കുകയാണ്. ഓക്കെ, ദെൻ വെൻ ദി ഔട്ട്പുട്ട് ഈസ് അറ്റ് മൈനസ് വി സാറ്റ്, ഔട്ട്പുട്ട് മൈനസ് വി സാറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വി റെഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ബീറ്റ വി സാറ്റായി. ദെൻ ദിസ് കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ഡിസ്ചാർജിങ് ടുവേർഡ്സ് മൈനസ് വി സാറ്റ് through this resistance R, or this capacitor starts charging towards minus V sat. So കപ്പാസിറ്റർ ഇപ്പോൾ പ്ലസ് ബീറ്റ വി സാറ്റിലിരിക്കുകയാണ്. പ്ലസ് ബീറ്റ വി സാറ്റിൽ നിന്ന് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ ഡിസ്ചാർജ് ചെയ്ത് ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് വെൻ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ മൈനസ് ബീറ്റ വി സാറ്റ്, ദ വോൾട്ടേജ് അറ്റ് ദി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈസ് ഗ്രേറ്റർ. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമുക്ക് മൈനസ് ബീറ്റ വി സാറ്റാണുള്ളത്. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് മൈനസ് ബീറ്റ വി സാറ്റിനേക്കാൾ താഴത്തേക്ക് പോയി കഴിയുമ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജായി കൂടുതൽ. സോ ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ചേഞ്ചസ് ടു പ്ലസ് വി സാറ്റ്. സോ നമുക്ക് ആ വേവ് ഫോം നോക്കാം. സോ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റ് ആകുന്ന ഇൻസ്റ്റൻറ്റിൽ കപ്പാസിറ്റർ പ്ലസ് ബീറ്റ വി സാറ്റിലിരിക്കുകയാണ്. ഇതിന് ഔട്ട്പുട്ട് മൈനസ് വി സാറ്റ് ആകുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അത് വി റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് മൈനസ് ബീറ്റ വി സാറ്റാണ്. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് ഈ മൈനസ് ബീറ്റ വി സാറ്റിനേലും സ്ലൈറ്റ്ലി ലെസ് ആകുമ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജായി കൂടുതൽ. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റിൽ നിന്ന് പ്ലസ് വി സാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞ സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആകുമ്പോൾ വി റെഫറൻസ് എന്ന് പറയുന്നത് പ്ലസ് ബീറ്റ വി സാറ്റ് ആണ്. ആൻഡ് ദി കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ് ടുവേർഡ്സ് പ്ലസ് വി സാറ്റ് ഫ്രം മൈനസ് ബീറ്റ വി സാറ്റ്. ഈ മൈനസ് ബീറ്റ വി സാറ്റിൽ നിന്ന് പ്ലസ് വി സാറ്റിലേക്ക് ചാർജ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് വെൻ ദി വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ റീച്ചസ് പ്ലസ് ബീറ്റ വി സാറ്റ്, voltage at the inverting terminal is greater than the voltage at the non-inverting terminal and the output changes to minus V sat. ഈ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരു സ്ക്വയർ വേവ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. സ്ക്വയർ വേവ് പ്ലസ് വി സാറ്റിനും മൈനസ് വി സാറ്റിനും ഇടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നു. കപ്പാസിറ്റർ വേവ് ഫോം നോക്കുകയാണെങ്കിൽ ദാറ്റ് ചേഞ്ചസ് ബിറ്റ്വീൻ പ്ലസ് ബീറ്റ വി സാറ്റ് ആൻഡ് മൈനസ് ബീറ്റ വി സാറ്റ്. നെക്സ്റ്റ് നമുക്ക് ഈ ടി എന്ന് പറയുന്ന ഈ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. സോ ആ ടി എന്ന് പറയുന്ന ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ T1 ഡ്യൂറേഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. ഈ T1 ഡ്യൂറേഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ ആ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. സോ നമ്മൾ കപ്പാസിറ്ററിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. Vc of t
എന്ന് പറയുന്നത് വി ഫൈനൽ പ്ലസ് വി ഇനീഷ്യൽ മൈനസ് വി ഫൈനൽ ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ് ടി ബൈ ആർ സി ആണ്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആർ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് വഴി അത് ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിന് അക്രോസ് വരുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഫൈനൽ പ്ലസ് വി ഇനീഷ്യൽ മൈനസ് വി ഫൈനൽ ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ് ടി ബൈ ആർ സി ആണ്. ഇതിൽ വി ഇനീഷ്യൽ എന്ന് പറയുന്നത് ഏത് വോൾട്ടേജിൽ നിന്നാണോ കപ്പാസിറ്റർ ചാർജ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് വി ഇനീഷ്യൽ. അല്ലെങ്കിൽ ഏത് വോൾട്ടേജിൽ നിന്നാണോ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് വി ഇനീഷ്യലിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. വി ഫൈനൽ എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഏത് വോൾട്ടേജിലേക്കാണോ ചാർജ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് അതാണ് വി ഫൈനൽ. അല്ലെങ്കിൽ കപ്പാസിറ്റർ ഏത് വോൾട്ടേജിലേക്കാണോ ഡിസ്ചാർജ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ് വി ഫൈനൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വേവ് ഫോം കൺസിഡർ ചെയ്യുമ്പോൾ ഈ T1 ഡ്യൂറേഷനിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈനസ് ബീറ്റ വി സാറ്റിൽ നിന്നാണ്. സോ വി ഇനീഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ബീറ്റ വി സാറ്റാണ്. ദെൻ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് പ്ലസ് വി സാറ്റിലേക്കാണ്. സോ വി ഫൈനൽ എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റാണ്. സോ വി ഇനീഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ബീറ്റ വി സാറ്റും വി ഫൈനൽ എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റുമാണ്. ഇത് ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി സി ഓഫ് ടി ഈസ് ഈക്വൽ ടു പ്ലസ് വി ഫൈനൽ എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റാണ്. സോ വി സാറ്റ് പ്ലസ് വി ഇനീഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ബീറ്റ വി സാറ്റാണ്. മൈനസ് ബീറ്റ വി സാറ്റ് മൈനസ് വി ഫൈനൽ എന്ന് പറയുന്നത് വി സാറ്റാണ്. മൈനസ് വി സാറ്റ് ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ് ടി ബൈ ആർ സി വന്നു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് മൈനസ് വി സാറ്റ് ഞാൻ ഔട്ട് സൈഡ് എടുത്ത് എഴുതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി സാറ്റ് മൈനസ് വി സാറ്റ് ഔട്ട് സൈഡ് എടുത്തു. മൈനസ് വി സാറ്റ് ഞാൻ ഔട്ട് സൈഡ് എടുത്ത് കഴിയുമ്പോൾ ഈ ടൈമിൽ 1 ഉണ്ടാവും, ഈ ടൈമിൽ ബീറ്റ ഉണ്ടാവും ബാക്കി. സോ മൈനസ് വി സാറ്റ് ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ് ടി ബൈ ആർ സി വന്നു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ വി സാറ്റ് കോമൺ ആയിട്ട് എടുത്തെഴുതാൻ പോവുകയാണ്. സോ വി സാറ്റ് ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ് ടി ബൈ ആർ സി കിട്ടി. ഓക്കെ, ഇനി ഈ വി സി ഓഫ് ടി എന്ന് പറയുന്ന കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ്. അറ്റ് ടൈം ടി ഈക്വൽ ടു T1 ടൈം ടി ഈക്വൽ ടു T1ൽ ടൈം ടി എന്ന് പറയുന്നത് ഈക്വൽ ടു T1 ആകുമ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് പ്ലസ് ബീറ്റ വി സാറ്റ് ആണ്. സി വി സി ഓഫ് ടിക്ക് പ്ലസ് ബീറ്റ വി സാറ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ടൈം ടി ഈക്വൽ ടു T1 വി സി ഓഫ് ടി എന്ന് പറയുന്നത് പ്ലസ് ബീറ്റ വി സാറ്റ് ആണ്. സോ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പ്ലസ് ബീറ്റ വി സാറ്റ് ഈക്വൽ ടു വി സാറ്റ് ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഇ റൈസ് ടു ഈ ടി എന്ന് പറയുന്നത് എന്തായി T1 ആയി. സോ ടിക്ക് നമ്മൾ T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ റൈസ് ടു മൈനസ് T1 ബൈ ആർ സി. അതാണ് ഈ ടി എന്ന് പറയുന്നത് T1 ആകുമ്പോഴാണ് ഈ വി സി ഓഫ് ടി എന്ന് പറയുന്നത് ബീറ്റ വി സാറ്റ് ആകുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ വി സാറ്റ് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ ഈ ബീറ്റ ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. ഈ മൈനസ് 1 പ്ലസ് ബീറ്റ ഇ റേസ് ടു മൈനസ് T1 ബൈ ആർ സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. സോ ഇവിടെ എനിക്ക് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് T1 ബൈ ആർ സി ഇസ് ഈക്വൽ ടു 1 മൈനസ് ബീറ്റ വന്നു. ഓക്കെ, ഈ 1 പ്ലസ് ബീറ്റിനെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. സോ ഇ റേസ് ടു മൈനസ് T1 ബൈ ആർ സി ഇസ് ഈക്വൽ ടു 1 മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ വന്നു. ഇനി എനിക്ക് T1 ഇക്വേഷനാണ് കിട്ടേണ്ടത്. സോ രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗരിതം എടുക്കുക. സോ ലെഫ്റ്റ് സൈഡിൽ നാച്ചുറൽ ലോഗരിതം എടുത്തു കഴിയുമ്പോൾ മൈനസ് T1 ബൈ ആർ സി വന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് 1 മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ വന്നു. ഓക്കെ, സോ T1 ഈസ് ഈക്വൽ ടു മൈനസ് ആർ സി
നാച്ചുറൽ ലോഗരിതം ഓഫ് 1 മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ കിട്ടി. ഈ മൈനസ് നാച്ചുറൽ ലോഗരിതം ഓഫ് 1 മൈനസ് ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റനെ എനിക്ക് നാച്ചുറൽ ലോഗരിതം ഓഫ് 1 പ്ലസ് ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ ആയിട്ട് എഴുതാം. ഇനി മൈനസ് ഇതിൻ്റെ കൂടെ എടുത്തു, മൈനസ് ln 1 മൈനസ് ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റനെ ln 1 പ്ലസ് ബീറ്റ ബൈ 1 മൈനസ് ബീറ്റ ആയിട്ട് എഴുതിയാണ്. സോ T1 ഇസ് ഈക്വൽ ടു RC ln 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ. സോ ഇതാണ് നമ്മുടെ T1 എന്ന് പറയുന്ന ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. T1 എന്ന് പറയുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് ടിയുടെ ഹാഫാണ്. ഈ രണ്ട് ടൈം പീരീഡും സെയിം തന്നെയാണ്. അതായത് മൈനസ് ബീറ്റ വി സാറ്റിൽ നിന്ന് പ്ലസ് ബീറ്റ വി സാറ്റിലേക്ക് എടുക്കാൻ എടുക്കുന്ന ടൈമും പ്ലസ് ബീറ്റ വി സാറ്റിൽ നിന്ന് മൈനസ് ബീറ്റ വി സാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമും സെയിം തന്നെയാണ്. സോ ടോട്ടൽ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് 2 ടൈംസ് T1 ആയിരിക്കും. സോ ടോട്ടൽ ടൈം പീരീഡ് T is equal to 2T1. So that is equal to 2RC ln 1 plus beta divided by 1 minus beta 1. So ഇതാണ് നമ്മുടെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻസ് നമുക്ക് കിട്ടും. കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇഫ് R1 ഈക്വൽ ടു R2 ദെൻ ബീറ്റ എന്ന് പറയുന്നത് R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. R1 ഈക്വൽ ടു R2 ആയിക്കഴിഞ്ഞാൽ ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് 0.5 വരും. ഓക്കെ, സോ ബീറ്റ എന്ന് പറയുന്നത് 0.5 ആകും. സോ ഇവിടെ 1.5 ഡിവൈഡഡ് ബൈ 0.5 വരും. ഓക്കെ, സോ അതായത് 3 വരും നമുക്കിവിടെ. സോ ഈ ഒരു കണ്ടീഷനിൽ ടി നമുക്ക് വരാനായിട്ട് പോകുന്നത് 2RC നാച്ചുറൽ ലോഗരിതം ഓഫ് 3 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, വേറെ ഒരു കണ്ടീഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഇഫ് R1 ഈക്വൽ ടു 1.16 R2 ആണെങ്കിൽ, R1 എന്ന് പറയുന്നത് 1.16 R2 ആണെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് T ഈക്വൽ ടു 2RC ആണ്. ഈ ഒരു ടേം എന്ന് പറയുന്നത് ln 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ടേം എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോ T ഈക്വൽ ടു 2RC ആയിരിക്കും നമുക്ക് ഇക്വേഷനായിട്ട് വരാൻ പോകുന്നത്. സോ ആ ഒരു ടൈമിൽ നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 1/2RC ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ടൈം പീരീഡിൻ്റെ ഡെറിവേഷൻ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വിത്ത് എ ഡ്യൂട്ടി സൈക്കിൾ അതർ ദാൻ 50% ആണ്. ഡ്യൂട്ടി സൈക്കിൾ അതർ ദാൻ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വയർ വേവിൻ്റെ ഓൺ ടൈമും ഓഫ് ടൈമും ഡിഫറെൻ്റ് ആണ്. പ്ലസ് വി സാറ്റിൽ അത് റിമെയിൻ ചെയ്യുന്ന ടൈം ഡ്യൂറേഷനും മൈനസ് വി സാറ്റിൽ അത് റിമെയിൻ ചെയ്യുന്ന ടൈം ഡ്യൂറേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ടൈമും ആ ഡിസ്ചാർജിങ് ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും ഈ കേസിൽ വരുന്നത്. സോ അത് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന 2 ഡയോഡ്സ് നമ്മളിവിടെ ഫീഡ്ബാക്ക് പോർഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 2 റെസിസ്റ്റേഴ്സ് RA RB റെസിസ്റ്റേഴ്സും വന്നിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആകുന്ന ടൈമിൽ ഈ ഡയോഡ് D1 ഓൺ ആയിരിക്കും, ഡയോഡ് D2 ഓഫ് ആയിരിക്കും. സോ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് ഈ RA റെസിസ്റ്റൻസ് വഴിയായിരിക്കും കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ T1 എന്ന് പറയുന്ന ടൈം ഡ്യൂറേഷൻ RA റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റ് ആകുമ്പോൾ അവിടെ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റ് ആകുമ്പോൾ ഡയോഡ് D2 ഓൺ ആയിരിക്കും, ഡയോഡ് D1 ഓഫ് ആയിരിക്കും. സോ ഡിസ്ചാർജിങ് നടക്കുന്നത് RB റെസിസ്റ്റൻസ് വഴിയാണ്. സോ ഈ T2 എന്ന് പറയുന്ന ടൈം ഡ്യൂറേഷൻ RBയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ RA ആൻഡ് RB ഡിഫറെൻറ്റ് വാല്യൂസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ
അതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ടൈം പീരീഡ്സ് ആയിരിക്കും T1 ആൻഡ് T2 വരുന്നത്. ഓക്കെ, സോ ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് പ്ലസ് ബി സാറ്റ് ആയിരിക്കുന്ന ടൈമിൽ T1 എന്ന് പറയുന്നത് RA×C നാച്ചുറൽ ലോഗ് ഓഫ് 1+β ഡിവൈഡ് ബൈ 1 - β ആയിരിക്കും. T2 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് മൈനസ് ബി സാറ്റ് ആയിരിക്കുന്ന ടൈം. സോ മൈനസ് ബി സാറ്റ് ആയിരിക്കുമ്പോൾ RB റെസിസ്റ്റൻസ് വഴിയാണ് ഡിസ്ചാർജ് നടക്കുന്നത്. സോ T2 = RB×C ln 1+β ബൈ 1 - β ആയിരിക്കും. ടോട്ടൽ ടൈം പീരീഡ് വരുന്നത് T1 + T2 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഈ RA ആൻഡ് RB പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് T1 ആൻഡ് T2 ടൈം ഡ്യൂറേഷൻ റിക്വയർഡ് വാല്യൂസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്കൊരു 50% ഡ്യൂട്ടി സൈക്കിൾ അല്ലാത്ത ഒരു സ്ക്വയർ വേവ് ജനറേറ്റർ സർക്യൂട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും.